ടു സ്പോർട്സ് ന്യൂസ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഇടതുകാൽ അഗ്നിപർവ്വതത്തെക്കുറിച്ചാണ്. ഫുട്ബോൾ ഒരു കളിയാണെന്ന് പലരും പറയും. പക്ഷെ ചിലർ വരുമ്പോൾ അത് ഒരു ഭാവനയായി മാറും, ഒരു വിപ്ലവമായി മാറും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ്. റോബർട്ടോ കാർലോസ് ദ സിൽവ റോച്ച. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും ഭീകരമായ ലെഫ്റ്റ് ബാക്ക്, വേഗവും ശക്തിയും തീപ്പൊരി പോലെ പൊട്ടിത്തെറിക്കുന്ന ഇടതുകാൽ ചേർന്ന ഒരു ഇതിഹാസം. ബ്രസീലിന്റെ തെരുവുകളിൽ നിന്നും ലോക ഫുട്ബോളിന്റെ രാജസിംഹാസനത്തിലേക്ക് നടന്നു കയറിയ ഒരാൾ. പന്ത് കിട്ടിയാൽ എതിരാളിയുടെ ഹൃദയമെടുപ്പ് ഉയരുന്ന പേര് റോബർട്ടോ കാർലോസ്. ഒരു ഡിഫൻഡർ സാധാരണയായി ഗോളുകൾ തടയാൻ നിൽക്കും, പക്ഷേ അയാൾ ഗോൾ സൃഷ്ടിച്ചവനും ഗോൾ വധിച്ചവനുമായിരുന്നു. വേഗമായാൽ അതിവേഗം, ശക്തിയാണെങ്കിൽ ഇടിമിന്നൽ, ഷോട്ടാണെങ്കിൽ തീപ്പന്തം. 1997 ആ ഫ്രീ കിക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഫ്രാൻസിനെതിരെ എടുത്ത ആ ഒരു ഷോട്ട്, ശാസ്ത്രം പോലും തലകുനിച്ച നിമിഷം. പന്ത് കർവ് ചെയ്ത് തിരിഞ്ഞു വലയിൽ പതിക്കുമ്പോൾ ലോകം മുഴുവൻ ഒരേ ചോദ്യമാണ് ചോദിച്ചത്: ഇത് മനുഷ്യനോ അതോ പ്രകൃതി ദുരന്തമോ? അവിടെയാണ് റോബർട്ടോ കാർലോസ് ഒരു കളിക്കാരനിൽ നിന്ന് ഒരു പ്രതിഭാസമായി മാറിയത്. The way they look at the ball, look at the way he's got it. He's got it in his hands. He's having a good, careful look about it. It's placed absolutely perfect. Look at that. I mean, everything's set that he's going to hit it. I just wonder if they're kidding us on. It's what, all of 30 yards, Andy? Why not? It's a 30-yard free kick with a 20-yard run-up. Dear! I don't believe it! What a goal we have just seen from Roberto Carlos. That is amazing! റയൽ മാഡ്രിഡ് കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഗാലാക്ടിക്കോസ് യുഗം. സിദ്ധാൻ, ഫിഗോ, ഫെർണാണ്ടോയ്ക്കൊപ്പം വലതു ചിറകിൽ രാജാക്കന്മാർ നിൽക്കുമ്പോൾ ഇടതു ചിറകിൽ റോബർട്ടോ കാർലോസ്. അയാൾ ഒരു ചുഴലിക്കാറ്റ് പോലെ പറന്നു. ലീഗുകൾ, ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ, എണ്ണിക്കൂട്ടാനാകാത്ത നേട്ടങ്ങൾ. എന്നാൽ അതിലും വലുതാണ് അയാൾ കളത്തിൽ കൊണ്ടുവന്ന ഭീതിയും ഭക്തിയും. ബ്രസീലിനായി അയാൾ ഒരു കളിക്കാരനായിരുന്നില്ല, ഒരു യുദ്ധായുധമായിരുന്നു. 2002 ലോകകപ്പ് ബ്രസീൽ കിരീടം ചൂടുമ്പോൾ ആ കിരീടത്തിന്റെ അടിത്തറയിൽ റോബർട്ടോ കാർലോസിന്റെ വിയർപ്പും വേഗവും തീപ്പൊരി ഇടതുകാലും ചേർന്നിരുന്നു. പ്രേക്ഷകരെ, ഫുട്ബോൾ ചരിത്രത്തിൽ ഡിഫൻഡർമാർക്ക് ഗോളുകൾ അടിക്കാമെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചത് ഈ ഒരാളാണ്. ഇന്ന് ലെഫ്റ്റ് ബാക്കുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ, വേഗത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ആ ശൈലിക്ക് പിന്നിൽ ഒരേ ഒരു പേര് നിഴലായി നിൽക്കും: റോബർട്ടോ കാർലോസ്. അദ്ദേഹം വിരമിച്ചു, പക്ഷേ അയാളുടെ ഷോട്ടുകളുടെ ശബ്ദം ഇന്നും ഗോൾ പോസ്റ്റുകളിൽ മുഴങ്ങുന്നു. അയാളുടെ ഓട്ടത്തിന്റെ പൊടി ഇന്നും ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ പറക്കുന്നു. ഫുട്ബോൾ കണ്ടിട്ടുണ്ടെങ്കിൽ, തീപ്പൊരി ലെഫ്റ്റ് ഫുട്ടിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഇതിഹാസങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ പേര് മതി പ്രേക്ഷകരെ: റോബർട്ടോ കാർലോസ്. ലെഫ്റ്റ് ബാക്ക് അല്ല, ഫുട്ബോളിന്റെ ഒരു കാലഘട്ടം. റോബർട്ടോ കാർലോസിന്റെ മഴവിൽ കിക്കാണ്. ഹൃദയമിടിക്കുന്ന, ത്രസിപ്പിക്കുന്ന കമന്ററി, ലൈവ് കമന്ററി ടോണാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ശ്വാസം മുട്ടുന്ന ആവേശം. ഇതാ പ്രേക്ഷകരെ, സ്റ്റേഡിയം ശ്വാസം പിടിച്ച നിമിഷം. ബോൾ സെറ്റ് ചെയ്യുന്നു, ദൂരം നോക്കുന്നു. ഇതാ സാധാരണ ഫ്രീ കിക്ക് അല്ല, ഇത് റോബർട്ടോ കാർലോസ് തന്നെയാണ്. അദ്ദേഹം ഓടിയെടുക്കുന്നു, വെടിയുണ്ട പോലെ ഇടതുകാൽ, ബും എന്നൊരു ഷോട്ടായിരുന്നു. പന്ത് പോകുന്നു പുറത്തേക്ക്. അതെ, പുറത്തേക്കാണ് ആ പന്ത് പോകുന്നത്. പ്രേക്ഷകർ ഓഫ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇല്ല, പന്ത് തിരിയുകയാണ്. അതാ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കിക്കല്ല, ഇത് ഒരു മഴവിൽ വരയ്ക്കലാണ്. ആ മഴവിൽ കിക്കാണ് ഞെട്ടിക്കുന്നതും. ഗോൾ കീപ്പർ ഫ്രീസായി കണ്ണു തുറന്നു നോക്കുന്നു. അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു. ശാസ്ത്രം പോലും വഴിമാറി നിൽക്കുന്ന കർവ്. വലയുടെ കോണിലേക്ക് ബാർക്കും പോസ്റ്റിനുമിടയിൽ ഒരു അത്യപൂർവ ഗോൾ. സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയാണ്. കമന്ററി ബോക്സ് വിറയ്ക്കുന്നു. ലോകം ഒരേ സമയം എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് ഗോളല്ല പ്രേക്ഷകരെ, ഇത് ചരിത്രം. ഇത് ഫ്രീ കിക്കല്ല, ഇത് ഭൗതിക ശാസ്ത്രത്തെ വെല്ലുവിളിച്ച നിമിഷം. റോബർട്ടോ കാർലോസ്. ഇടതുകാലുകൊണ്ട് ഫുട്ബോൾ ലോകത്തിന് ഒരു മഴവിൽ സമ്മാനിച്ച ആ മനുഷ്യൻ. ഇത് കാണുമ്പോൾ ഒരേ വാക്ക് മതി: ഇത് മനുഷ്യനല്ല, ഇതൊരു അത്ഭുതമാണ്. വാക്കുകൾ മതിവരാത്ത നിമിഷത്തിൽ കമന്ററി പോലും നിശബ്ദമാക്കുന്ന ആ ഒരു കിക്ക്, മഴവിൽ കിക്ക്. ഫുട്ബോൾ എന്ന കലയിലെ അമര ചിത്രകല. അത് അയാളുടെ ഇടതുകാലിൽ നിന്നല്ലാതെ എങ്ങനെയാണ് പറക്കാൻ കഴിയുക? ആ മഴവിൽ കിക്കുണ്ടാക്കിയ റോബർട്ടോ കാർലോസിനെ എങ്ങനെയാണ് പറയാതെ പോവുക? നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.